ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ ഇത് ആചാരത്തിന്റെ ഭാഗമായി കഴിയുന്നു. പല ദിവസങ്ങളിലും യുവതികൾ വരുന്നു, ചിലർക്ക് സന്നിധാനം വരെ എത്തുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇത് വലിയ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് സർക്കാരിനുള്ളതുപോലെ തോന്നുകയാണ്. ശ്രീ കെ എൻ ബാലഗോപാലിന്റെ നിലപാടും അങ്ങനെയായിരുന്നു ഈ ചർച്ചയിൽ. പക്ഷെ ബാലഗോപാൽ പറഞ്ഞതിനോട് ഞാൻ അക്കാര്യത്തിൽ യോജിക്കുകയാണ്. ഞാനും ഇന്ന് മാതൃഭൂമി ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമെന്നാണ്. പക്ഷേ ബാലഗോപാൽ ഉദ്ദേശിച്ച രീതിയിലല്ല ഞാനിതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ ട്രേഡ് യൂണിയൻ INTUC അല്ല, ഇവരെല്ലാം പത്രസമ്മേളനം നടത്തിയ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഹർത്താൽ പോലെ കടകൾ അടപ്പിക്കില്ല, വണ്ടികൾ തടയില്ല, ട്രെയിനുകൾ തടയില്ല, ഞങ്ങൾ ആളുകൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. 5-6 ഹർത്താലുകൾ നടത്തി BJPക്കാർ ജനത്തെ കുത്തിക്കൊന്നു. ഈ എൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഹർത്താൽ നടത്തി ജനത്തെ നക്കിക്കൊന്നു. രണ്ടും മരണഫലം, ഒന്ന് കുത്തിക്കൊന്നു, ഒന്ന് നക്കിക്കൊന്നു. മാത്രമല്ല, ഈ ഹർത്താലിൽ വ്യാപകമായി ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹർത്താൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ബാങ്ക് അടിച്ചു തകർത്തവൻ്റെ കയ്യിൽ നിന്നൊക്കെ അതിനുള്ള പണം മേടിക്കണ്ടേ? പൊതുമുതൽ നശിപ്പിച്ചാൽ ബാങ്ക് ഒരു പൊതുമേഖല സ്ഥാപനമാണല്ലോ. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ബാലഗോപാൽ ശ്രീകൃഷ്ണനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്. പണ്ട് ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ കംസൻ ഒരു അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. കംസ, നിൻ്റെ അന്തകൻ ജനിച്ചു. ആരാ? കൃഷ്ണനാണല്ലോ കംസൻ്റെ അന്തകൻ. അതുപോലെ പിണറായി വിജയൻ ജനിച്ചപ്പോഴെങ്ങാണം അയ്യപ്പൻ ഒരു അശരീരി കേട്ടോ എന്ന് എനിക്കറിയില്ല. അയ്യപ്പ, നിൻ്റെ അന്തകൻ ജനിച്ചു, പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ശബരിമലയെ ഫിനിഷ് ചെയ്യാനാണോ? ഇതിപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രാധികാരി എന്ന് പറയുന്ന തന്ത്രിയാണ്. തന്ത്രിക്കാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളത്. ഇപ്പോൾ ഇവർ പറയുന്നു തന്ത്രി അവിടെ നടയടച്ച് ശുദ്ധീകരണം നടത്തി. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട ആരാ? തന്ത്രിയല്ലേ. അപ്പോൾ തന്ത്രി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയെങ്കിൽ സുപ്രീം കോടതി തന്ത്രിയെ തിഹാർ ജയിലിൽ അടക്കട്ടെ, അയാൾ അവിടെ പോയി കിടന്നോളും. അതിനെതിരെ ഇവരിത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പറഞ്ഞ് തന്ത്രിയെ പേടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വരട്ടുന്നത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഒരാൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയതിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ സെൻട്രൽ ജയിലിൽ കിടന്നിട്ട് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിരിക്കുന്ന ആളാ ജയരാജൻ, അതും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയാൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വരെ ആകാമെന്ന് തെളിയിച്ച ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ തന്ത്രിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയെങ്കിൽ അതേവിടെ പോയി. പിന്നെ ഈ തന്ത്രിയെ നിയമിക്കുന്ന നിയമനാധികാരി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അല്ലല്ലോ. ഏത് തന്ത്രിയാ തിരുവിതാംകൂറിൽ ശബരിമലയിൽ ഈ ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു തന്ത്രിയുടെ പേര് പറയട്ടെ? ഒറ്റ തന്ത്രിയെ നിയമിക്കുന്ന ആളുകൾക്ക് ശിക്ഷാ നടപടി എടുക്കാൻ അവകാശമുണ്ട്. ഈ തന്ത്രി എന്ന് പറയുന്ന ആൾ ദേവസ്വം ബോർഡിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ആളല്ല, ക്ഷേത്രാധികാരിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയില്ല. ഒക്കെ പോട്ടെ, അപമാനിക്കുന്നതിനൊരു മര്യാദയില്ലേ? അവിടെ വിഴുപ്പ് ചുമക്കുന്ന, ഭാരം വലിക്കുന്ന കഴുതകൾക്ക് ഈ തന്ത്രിയേക്കാൾ ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ രാക്ഷസനാന്ന് പറഞ്ഞു. എന്നിട്ട് ആ രാക്ഷസൻ്റെ അടുത്ത് പോയി കുമ്പിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിൽ കൊടുത്തത് ആരാ? രാക്ഷസൻ എന്ന് വിളിച്ച ആളാ. ഞങ്ങളൊക്കെ ഇത് പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്നു. കാരണം കഴുതയ്ക്കുള്ള ചൈതന്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴുത കാമം വരുമ്പോൾ കരഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ജനങ്ങൾ കാണുന്നത്.